ധാരണാപത്രം ഒപ്പിട്ടതിൻ്റെ പേരിൽ ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല. PMC പദ്ധതിയിൽ ഒപ്പിടാത്തതിൻ്റെ പേരിൽ സമഗ്ര ശിക്ഷ കേരളക്ക് ലഭിക്കേണ്ട ഫണ്ട് തടഞ്ഞു വെക്കുന്ന കേന്ദ്ര സർക്കാർ സമീപനം, അതിൻ്റെ ഭാഗമായി 1158 കോടി രൂപയുടെ ഫണ്ടാണ് കേരളത്തിന് ആ ഘട്ടത്തിൽ നഷ്ടമായിരുന്നത്. അപ്പോൾ PMCയിൽ കരാർ ഒപ്പിട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും അതിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയും എന്നതിൻ്റെ ഉദാഹരണവും നമ്മുടെ രാജ്യത്തുള്ളതാണ്. പഞ്ചാബിൻ്റെ അനുഭവം നേരത്തെ ഉന്നയിച്ചതാണ്. 2022 ഒക്ടോബറിലാണ് PMC പദ്ധതിയിൽ ധാരണാപത്രം പഞ്ചാബ് സർക്കാർ ഒപ്പുവെക്കുന്നത്. അത് കഴിഞ്ഞ് 9 മാസങ്ങൾക്ക് ശേഷം 2023 ജൂലൈയിൽ ഔദ്യോഗികമായി തന്നെ അതിൽ നിന്ന് പിന്മാറുന്ന നില സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ പിന്മാറാൻ കഴിയാത്ത ഒന്നാണ് എന്ന വാദം ശരിയല്ല എന്നതാണ്. വേറൊരു പ്രശ്നം കേരളം അതീവ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. അന്താരാഷ്ട്ര യോഗ ദിനാചരണം വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഗവർണർ നേരിട്ട് സർക്കാർ വകുപ്പുകളുടെ യോഗം വിളിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നടപടി, ഇത് ഭരണഘടനാ കീഴ്വഴക്കങ്ങളുടെയും ജനാധിപത്യ മര്യാദകളുടെയും നഗ്നമായ ലംഘനമാണ്. ഗവർണറിൽ നിക്ഷിപ്തമായ അധികാരം സാധാരണഗതിയിൽ മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. ഗവർണർ ഒരു സമാന്തര അധികാര സ്ഥാനമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് ഭരണഘടനാ വിരുദ്ധമാണ്. മാത്രമല്ല ഫെഡറൽ അധികാരങ്ങളുടെ ലംഘനവുമാണ്. എന്തടിസ്ഥാനത്തിലാണ് ഗവർണർ സർക്കാർ വകുപ്പ് മേധാവികളെ നേരിട്ട് വിളിച്ച് ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നത്? അത്യന്തം ഗുരുതരമായ സാഹചര്യമാണ് ഇതിൻ്റെ ഭാഗമായി സംജാതമായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രതികരണമൊന്നും കണ്ടില്ല. നമ്മുടെ സർക്കാർ, പുതുതായി അധികാരത്തിൽ വന്ന സർക്കാർ അതിനുശേഷം സംഘപരിവാർ വിധേയത്വം വല്ലാതെ കാണിക്കുന്നു എന്ന പൊതു ആക്ഷേപം നാട്ടിൽ വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കിട്ടിയ അവസരം ശരിയായ രീതിയിൽ ഉപയോഗിക്കാനാണ് ഗവർണറും തയ്യാറാകുന്നത് എന്നാണ് തോന്നുന്നത്. ഇവിടെ സംസ്ഥാനത്തിൻ്റെ അന്തസ്സാണ് ചോദ്യം ചെയ്യുന്നത്. സംസ്ഥാനത്തിൻ്റെ അന്തസ്സ് സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ് എന്നത് ഓർമ്മിക്കേണ്ടതാണ്. ഒരു പഴയ കാര്യം ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. 2024 മുൻ ഗവർണർ ചീഫ് സെക്രട്ടറിയെയും പോലീസ് മേധാവിയെയും വിളിച്ചു വരുത്താൻ നിർദ്ദേശിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അതിനെതിരായി അന്നത്തെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് നിങ്ങളുടെ എല്ലാം ഓർമ്മയിലുണ്ടാകുമല്ലോ.
അന്ന് എഴുതിയ കത്തിൻ്റെ പകർപ്പും ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ആവശ്യമെങ്കിൽ അതും ലഭ്യമാവുകയും ചെയ്യും. അതേപോലെ തന്നെ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗം ഇപ്പോൾ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. പകർച്ചവ്യാധികൾ നിപ്പ, ഷിഗല്ല, വെസ്റ്റ് നൈൽ, ഡെങ്കി, മലേറിയ, കോളറ, അമീബിക് ജ്വരം ഇങ്ങനെയുള്ളവയെല്ലാം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ദിനംപ്രതി രോഗബാധിതരുടെ എണ്ണം കൂടുന്നു, മരണവും കൂടി വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഗപ്രതിരോധ നടപടികളിലെ ഏകോപനം ഇല്ലായ്മയുണ്ട്, അതിൽ ജാഗ്രതക്കുറവുണ്ട് എന്നതാണ്. ഇത് വലിയ തോതിൽ സംസ്ഥാനം ചർച്ച ചെയ്യപ്പെടുകയാണ്. രോഗം ബാധിച്ചവരുടെ ജീവൻ രക്ഷിക്കുന്നതിനാവശ്യമായ മരുന്ന് അതിനും ദൗർലഭ്യമുള്ള പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോഴത്തെ ആവശ്യത്തിനനുസരിച്ച് ഡോക്ടർമാർ ഇല്ലാത്തതിൻ്റെ പ്രയാസവും വരുന്നത്. ഒരു പ്രശ്നം ഉയർന്നു വന്നിട്ടുള്ളത് PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് ചെയ്യപ്പെട്ട 400ഓളം ഡോക്ടർമാർ അവരുടെ നിയമനം തടസ്സപ്പെട്ടത് ഈ അടിയന്തര സാഹചര്യത്തിൽ ഗുരുതരമായ വീഴ്ചയായി കാണും. അഡ്വൈസ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ റാങ്ക് അടിസ്ഥാനത്തിൽ ഒഴിവുകളിലേക്ക് നിയമിക്കുകയാണ് പതിവ്. എന്നാൽ കഴിഞ്ഞ മെയ് 25-ന് അഡ്വൈസ് ലഭിച്ച ഡോക്ടർമാർക്ക് ഇതുവരെയും നിയമന ഉത്തരവ് നൽകിയിട്ടില്ല. സാധാരണ അത്തരമൊരു കാലതാമസം ഉണ്ടാകുന്നതല്ല. നിയമന പ്രക്രിയയിൽ ഇടപെടാനും ഭരണാനുകൂല പാർട്ടികളുടെ താല്പര്യത്തിനനുസൃതമായി കാര്യങ്ങൾ നടത്താനുമുള്ള നീക്കം മൂലമാണ് നിയമനം തടസ്സപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപം. ഇപ്പോൾ പകർച്ചവ്യാധികൾ പറന്നു പിടിക്കുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ മറ്റ് താല്പര്യങ്ങൾ മുൻനിർത്തി, രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ഡോക്ടർമാരുടെ പോസ്റ്റിംഗ് നീട്ടിക്കൊണ്ടുപോകുന്നത് പകർച്ചവ്യാധി മൂലം കഷ്ടപ്പെടുന്നവരോട് കാണിക്കുന്ന വലിയ ക്രൂരതയായിരിക്കുമെന്നതാണ് കാണേണ്ടത്. അടിയന്തരമായി പോസ്റ്റിങ്ങിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത്. കഴിഞ്ഞ LDF സർക്കാർ അംഗീകരിച്ച് നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി, കണക്ട് വർക്ക് എന്ന പദ്ധതി, ഇവയെല്ലാം തകർക്കുന്ന നിലപാടാണ് UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അടുത്ത ദിവസമാണ് കഴിഞ്ഞ ജൂൺ 11-ന് സുപ്രീം കോടതിയുടെ സുപ്രധാനപ്പെട്ട വിധി വന്നത്. ഗൃഹജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന വീട്ടമ്മമാർ രാഷ്ട്രശില്പികളാണ്. അവരുടെ അധ്വാനം രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ആധാരമാണ്. ഇപ്പോൾ ചരിത്രപരമായ വിധിയിലൂടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിരീക്ഷിച്ച കാര്യങ്ങളാണ്. ആ നിരീക്ഷണത്തിനും വളരെ മുൻപാണ് 2025 ഒക്ടോബറിൽ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് LDF സർക്കാർ സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പാക്കിയത്. പാവപ്പെട്ട കുടുംബങ്ങളിലെ 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് എല്ലാ മാസവും 1000 രൂപ
സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി. 31 ലക്ഷത്തിലധികം പേര് ഇതിൻ്റെ ഗുണഭോക്താക്കളായി ഉണ്ടാകുമെന്നാണ് കണക്കാക്കിയത്. കഴിഞ്ഞ ബജറ്റിൽ LDF സർക്കാർ ഇതിനായി 3720 കോടി രൂപ നീക്കിവെക്കുകയും ചെയ്തു. മാർച്ച് മാസം വരെ കൃത്യമായി പെൻഷനും നൽകി. ഇതിനൊപ്പമാണ് നൈപുണ്യ പരിശീലനം നേടുന്നതിനും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിനും യുവാക്കൾക്ക് പ്രതിമാസം സ്റ്റൈപ്പൻഡ് നൽകുന്ന കണക്ട് വർക്ക് പദ്ധതി ഞങ്ങൾ നടപ്പാക്കി. പക്ഷേ പുതിയ UDF സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങൾ മൂലം നിലവിൽ 16 ലക്ഷത്തിലധികം വീട്ടമ്മമാർക്ക് ആശ്വാസമായ സ്ത്രീ സുരക്ഷാ പദ്ധതി മുടങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്ന പുതിയ അപേക്ഷകളുണ്ട്. ആ പുതിയ അപേക്ഷകളിൽ നടപടി സ്വീകരിക്കുന്നുമില്ല. മുഖ്യമന്ത്രിയുടെ തന്നെ കീഴിലാണ് ധനവകുപ്പ്. ധനവകുപ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷൻ തീരുമാനമാക്കാതെ പിടിച്ചു വച്ചിരിക്കുക. തുടക്കം മുതൽ ഈ പദ്ധതിയെ UDF അപഹസിക്കുകയും ഇപ്പോൾ ഇതിനെ പൂർണ്ണമായും തകർക്കാനുള്ള അണിയറ നീക്കങ്ങൾ നടക്കുന്നുവെന്ന് വേണം സംശയിക്കാൻ. സ്ത്രീപക്ഷ സർക്കാരെന്ന് മേനി നടിക്കുന്നവർ സ്ത്രീ സുരക്ഷാ പദ്ധതി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. യുവജനങ്ങൾക്കുള്ള കണക്ട് വർക്ക് ആനുകൂല്യങ്ങളുടെ വിതരണത്തിലും സമാനമായ അനാസ്ഥയുണ്ടാകും. UDF സർക്കാർ അടിയന്തരമായി അവരുടെ നിലപാട് തിരുത്തണം. അവർ പുതുതായി അപേക്ഷ നൽകിയവരുടെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കണം. പെൻഷനും സ്റ്റൈപ്പൻഡും കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയടക്കമുള്ള തുക പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യണം. ഈ പദ്ധതികളെ തകർക്കാനുള്ള രാഷ്ട്രീയ തീരുമാനം ഉപേക്ഷിക്കണം. അർഹരായ എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരു കാലതാമസവുമില്ലാതെ ഉടൻ തന്നെ സാമ്പത്തിക സഹായം വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകണം. ഇതോടൊപ്പം കാണേണ്ട ഒരു പ്രശ്നമാണ് പ്രവാസി പെൻഷൻ. അതും ഈ സർക്കാർ വന്ന ശേഷം മുടങ്ങിയിരിക്കുകയാണ്. അക്കാര്യത്തിലും പ്രത്യേക ശ്രദ്ധ വേണം. നമ്മുടെ ലോകമാകെ ലോക ഫുട്ബോൾ ഹരത്തിലാണിപ്പോൾ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകളും അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ ലോകകപ്പ് മത്സരം കാണുന്നവരാണ്. ഇപ്പോൾ ഏർപ്പെടുത്തുന്ന വൈദ്യുതി നിയന്ത്രണം വലിയ തോതിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ വൈദ്യുതി നിയന്ത്രണം ഈ ഘട്ടത്തിൽ ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്